ഇനി കൊല്ലത്ത് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. കൊല്ലം ജില്ലാ ജയിലിൽ നിന്ന് ചപ്പാത്തിയുടെ രസീത് ബുക്ക് മോഷണം പോയി. ഇന്നലെ രാവിലെയാണ് രസീത് ബുക്ക് കാണാതായ വിവരം അറിഞ്ഞത്. ചപ്പാത്തി നിർമ്മാണ യൂണിറ്റിന് സമീപത്തെ CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. കൗണ്ടറിൽ നിന്ന് പണം മോഷണം പോയിട്ടില്ലെന്നാണ് വിശദീകരണം. ജയശങ്കർ നമുക്കൊപ്പമുണ്ട്. ജയശങ്കർ പണം എടുത്തില്ല, രസീത് ബുക്ക് കൊണ്ടുപോയി. അതെന്തിനാണാവോ ഈ രസീത് ബുക്ക് കൊണ്ടുപോയത്? എപ്പോഴാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ജയശങ്കർ? ഡോക്ടർ അരുൺ, ഈ കൊല്ലം ജില്ലാ ജയിലിലെ ചപ്പാത്തി യൂണിറ്റിലെ രസീതാണ് കള്ളന്മാർ കൊണ്ടുപോയത്. കഴിഞ്ഞ ദിവസമാണ്, ബുധനാഴ്ച രാവിലെയാണ് ഇത്തരത്തിൽ ഈ ചപ്പാത്തി യൂണിറ്റിലെ രസീത് ബുക്ക് കാണാനില്ലെന്ന വിവരം ജയിൽ അധികൃതർ തിരിച്ചറിഞ്ഞത്. അതായത് ഈ ചപ്പാത്തിയൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് നൽകാനുള്ള രസീത് ബുക്കാണ് കള്ളന്മാർ കൊണ്ടുപോയതെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ ജയിൽ അധികൃതർ CCTV ഉൾപ്പെടെ പരിശോധിച്ചു. ഈ ഘട്ടത്തിലാണ് ഒരാളിങ്ങനെ ചൊവ്വാഴ്ച രാത്രിയോടുകൂടി ഈ ജയിലിന് സമീപത്തൂടെ വരുന്നതായി ദൃശ്യങ്ങളിൽ കണ്ടത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഇനി ജയിൽ പുള്ളികളായ ആരെങ്കിലും ആണോ ഇത്തരത്തിൽ ബുക്ക് അടിച്ചു മാറ്റിയതെന്നാണ് അധികൃതർ സംശയിക്കുന്നത്. എന്തായാലും എല്ലാ തലത്തിലും അന്വേഷണമുണ്ട്. കൊല്ലം വെസ്റ്റ് പോലീസിൽ ജയിൽ അധികൃതർ പരാതിയും നൽകിയിട്ടുണ്ട്. എന്തായാലും പണമൊന്നും കൊണ്ടുപോയിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. എന്തിനാണ് ഈ കള്ളൻ ഈ രസീത് ബുക്ക് മാത്രം അടിച്ചുകൊണ്ടുപോയത്? ഇനി മുമ്പെങ്ങാനും ചപ്പാത്തി ചോദിച്ചിട്ട് കിട്ടാത്തതിലെ വൈരാഗ്യമാണോ എന്നൊരു സംശയം എന്തായാലും ഉണ്ട്. പോലീസ് കാര്യമായ അന്വേഷണം ഇതിൽ നടത്തുന്നുണ്ട്. പണമൊന്നും നഷ്ടമാകാത്തതുകൊണ്ട് തന്നെ ജയിൽ വകുപ്പിന് മറ്റു ബാധ്യതകളില്ല. അപ്പോൾ പോലും ഈ ജയിലിൽ പോലും ഇത്തരം ഒരു സുരക്ഷയില്ലേ? ജയിലിൽ നിന്ന് പോലും റെസീറ്റ് ബുക്ക് അടിച്ചുകൊണ്ടാണുള്ള ഒരു സുരക്ഷാ സംവിധാനമേ ഇവിടെ ഉള്ളൂ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. വെസ്റ്റ് പോലീസാണ് പരാതിയിൽ അന്വേഷണം നടത്തുന്നതാണ് മനസ്സിലാക്കുന്നത്. ജയശങ്കറാണ് വിവരം നൽകിയത്. രസീത് അടിച്ചുകൊണ്ടുപോയി പണം അവിടെ വെച്ചു. അപ്പോൾ ആരോ മനഃപൂർവ്വം ഒരു പണി കൊടുത്തതല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം.